ഫുട്ബോളിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരന്തപൂർണ്ണമായിട്ടൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഐ ലീഗില്ല, ISL ഇല്ല, വുമൻസ് ലീഗില്ല, ഒരു തേങ്ങാക്കൊല ഇവിടെ നടക്കുന്നില്ല. നാഷണൽ ടീമിലേക്ക് ഫോറിൻ പ്ലേയേഴ്സ് വന്നിട്ട് പോലും അവരെ പ്ലേയേഴ്സ് രജിസ്ട്രേഷൻ്റെ ചില കടമ്പകൾ മൂലം കളിപ്പിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ നമ്മൾ തേഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയും ഡൽഹി ഫുട്ബോൾ അസോസിയേഷൻ്റെ കിരീടം വെക്കാത്ത രാജാവും ഒക്കെ ആയ ഷാജി പ്രഭാകരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തേക്ക് വരുന്നത്. കാരണം നമ്മുടെ കേന്ദ്ര മന്ത്രാലയം ഒരു വലിയ ചുവടുവയ്പ്പിനുള്ള ഒരുക്കത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ സുലഭമായിട്ട് ഇനി ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികൾ തന്നെയാണ്. ഖാലിദ് ജമീൽ നേരത്തെ 4ഓളം താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് ഉടനെ വരുന്നു എന്ന് പറയുമ്പം നമ്മൾ വരും തള്ളായിരിക്കും എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെ അല്ല ഇപ്പം പോണത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എന്താണെന്നാൽ സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത്. അടുത്ത ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ ഡയസ്പോറ വിശാലമാക്കാൻ വേണ്ടി ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, കായിക മേഖലയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം ഉറപ്പുവരുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പുതിയ കായിക നയത്തിന്റെ ബില്ല് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അത് നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് സ്പോർട്സ് പാസ്പോർട്ട്, ഈ കായിക ഇനങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക തരത്തിൽ പാസ്പോർട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് താരങ്ങളെ ഇന്ത്യൻ ജേഴ്സിയിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിലെ പോലെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അത്ര വേഗത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വംശജർക്ക് വേഗത്തിൽ പൗരത്വം കൊടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്ത്യൻ വംശജരായിട്ടുള്ള കുറേ ആളുകൾ ഇപ്പം ബംഗ്ലാദേശിൽ നോക്കുകയാണെങ്കിലും, പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിലും, ശ്രീലങ്കയിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ആളുകളും ഇന്ത്യൻ വംശജരാണ്. കാരണം അവരുടെ എല്ലാം ഇന്ത്യൻ ഡിസെന്റ്, അവരുടെ എല്ലാം പൂർവികർ ഇന്ത്യയിൽ തന്നെയാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ചരിത്രവും ഭൂതകാലവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ത്യൻ വംശജർ തന്നെയാണ്. കാരണം പഴയ ഇന്ത്യയിൽ നിന്നാണല്ലോ അവർ അങ്ങോട്ടെല്ലാം പോയത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒറിജിൻ ആയിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സെറ്റപ്പിലൂടെ പൗരത്വം നൽകി അവരെ ഇന്ത്യൻ ജേഴ്സിക്ക് കീഴിൽ അണിനിരത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തിരിയുന്നതായിട്ട് ഷാജി പ്രഭാകരൻ പറയുമ്പോൾ നമുക്ക് ഇത് ആഘോഷിക്കുവാനല്ലാതെ മറ്റെന്തിനുള്ള നേരമാണ് ഗൈസ്.